Hello friends, welcome everyone to a new session of Saga Race Plus. ഇവിടെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ബേസിക് ടോപ്പിക് ആയിട്ടുള്ള ടീച്ചിങ്ങിൻ്റെ നേച്ചർ അതുപോലെ ഡെഫിനിഷൻ മീനിങ്ങുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് അറിയുന്ന ഒരു കോമൺ കാര്യം എന്താണ്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് അറിയുന്നൊരു കോമൺ തിങ് എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ സ്കില്ല് അതുപോലുള്ള കാര്യങ്ങൾ അറിവ് പകർന്നു തരുന്നവരെ ടീച്ചർ. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. പക്ഷേ അറിവ് മാത്രമല്ല പകർന്നു കൊടുക്കുന്നത് മാത്രമല്ല ടീച്ചറുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റോൾ എന്ന് പറഞ്ഞാലും മറ്റൊരുപാട് റോൾ ടീച്ചേഴ്സ് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും പരിചയപ്പെടാം. ഒപ്പം തന്നെ ഒരു നല്ല ടീച്ചർ ആവണമെങ്കിൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നല്ല ടീച്ചറിൽ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കാം നമുക്ക് ആദ്യമായിട്ട് എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞാലും. മീനിങ് ഓഫ് ടീച്ചിങ് നോക്കാം. ടീച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻകൾക്കേറ്റിംഗ് മോറൽ വാല്യൂസ്, എബിലിറ്റീസ്, സ്കിൽസ് ബൈ ദ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ടു ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ in order to ensure the positive change in the behavior useful in the developing oneself and the society. അതായത് വളരെ ബേസിക് ആയ കാര്യം പറഞ്ഞു അല്ലേ. എന്താ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ടീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിൽ രണ്ട് കാര്യം ഓർത്ത് വയ്ക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് ലേൺ ചെയ്യാൻ വന്നിരിക്കുന്ന പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ് ശരിക്കും ഇമ്മെച്യൂർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള അറിവ് കുറവുള്ളവരായിരിക്കും തീർച്ചയായിട്ടും അറിവ് കിട്ടാൻ വേണ്ടി ടീച്ചറെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്പം അത്തരത്തിൽ ഇൻഎക്സ്പീരിയൻസ് അത് മനസ്സിലാക്കാൻ ഇമ്മെച്യൂർഡ് എന്നും പറയാറുണ്ട്. അത് ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ മെച്യൂർഡ് വൺ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ടീച്ചറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ സെൻറ്റൻസ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്? നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളാണ്, അതുപോലെ കഴിവുകൾ, മറ്റുള്ള സ്കിൽസ് എല്ലാം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ പേഴ്സൺ അല്ലെങ്കിൽ മെച്യൂർഡ് പേഴ്സൺ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടല്ലേ. ആ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ആവശ്യം? ഇങ്ങനെ കൊടുക്കുന്നതിന് ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുക, ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാക്കുക, പേഴ്സണൽ ചേഞ്ച്, അതായത് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ചേഞ്ചസ് അത് പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കണം. എങ്ങനെയെങ്കിലും ഒരു മാറ്റം എന്നല്ല, പോസിറ്റീവ് ചേഞ്ച് ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നു. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് വ്യക്തികൾ ചേർന്ന് നാളത്തെ സമൂഹത്തിലെ ആളുകളായില്ല അല്ലെങ്കിൽ സിറ്റിസൺസ് ആയില്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിയെ മാത്രമല്ല അതുപോലെ ഒരുപാട് വ്യക്തികൾ ചേർന്നിട്ടുള്ള സൊസൈറ്റിയെ കൂടി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്തിവിടെ സാധിക്കും എന്ന് പറയുന്നു അല്ലേ. ഇനിയാണ് മറ്റൊരു മീനിങ് നോക്കാം. ടീച്ചിങ് ഈസ് ദ ഷേപ്പിംഗ് വൺസ് തോട്ട് ആൻഡ് action through giving the instructions and performing practices that create a new behavior and capacity. ഇവിടെ പറയുന്നു ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെ ആ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഷേപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചിന്ത, അതായത് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ചാൽ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ശരിയെന്ന് തെറ്റായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇവിടെ വ്യക്തി ഉദ്ദേശിക്കുന്ന ആരായിരിക്കും? അറിവ് ലഭിക്കാൻ വേണ്ടി അത് ആഗ്രഹിക്കുന്ന അക്വയർ ചെയ്യാൻ വരുന്ന വ്യക്തി ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് അല്ലേ. അപ്പം അത്തരത്തിൽ ഒരാളുടെ ചിന്തയെയും അയാളുടെ പ്രവൃത്തിയിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ഷേപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് ഉള്ളത് കറക്റ്റ് ചെയ്യുക, ശരിയാണെന്ന് വിചാരിച്ചാൽ തെറ്റായിരിക്കാം, ഒരുപക്ഷെ തെറ്റ് ശരിയായിരിക്കാം. അത്തരത്തിലുള്ള കറക്ഷൻസ് എല്ലാം വരുത്തി ഒരു വ്യക്തിയുടെ ചിന്തയെയോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയോ എന്ത് ചെയ്യുന്നു? ഷേപ്പ് ചെയ്യുന്നു ടീച്ചിങ്ങിലൂടെ. അതായത് എങ്ങനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഈ ഷേപ്പിംഗ് നടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരക്ടർ മോൾഡിങ് നടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായ സമയങ്ങളിലും നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ പലതരത്തിലുള്ള പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്നു. ടീച്ചേഴ്സ് പെർഫോം ചെയ്യിക്കുന്ന ആരോട്? ഈ ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ബിഹേവിയർ അല്ലെങ്കിൽ നിലവിലെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അതുപോലെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കി സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ കപ്പാസിറ്റി കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് മോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലെ കഴിവുണ്ടെന്നുള്ള കണ്ടുപിടിക്കുന്നതൊക്കെ ടീച്ചേഴ്സിന് പറ്റുമല്ലോ തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിൽ പുതിയ ബിഹേവിയർ അല്ലെങ്കിൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാനും നിലവിലുള്ള കഴിവുകൾ എന്ത് ചെയ്യുന്നു? അത് ഹൈലൈറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാനും ഈ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ മറ്റു പ്രാക്ടീസ് പെർഫോമൻസിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പറഞ്ഞു ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങളായിക്കോട്ടെ, എബിലിറ്റീസ് ആയിക്കോട്ടെ, കഴിവുകൾ, സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിയും ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടീച്ചർ ലേണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നമ്മൾ
നമ്മൾ പകർന്നു കൊടുക്കുക ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ നൽകുന്നു എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പോസിറ്റീവ് ബിഹേവിയർ ചേഞ്ച്. ഒരു വ്യക്തി സ്റ്റുഡൻസ് ലേണേഴ്സിൽ പോസിറ്റീവായ ചേഞ്ച് ഉണ്ടാക്കുക, ബിഹേവിയറിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ബോൾഡ് എടുക്കുകയാണ്. തീർച്ചയായും നാളത്തെ സമൂഹത്തിലെ മെമ്പേഴ്സാണ്. ഇപ്പോൾ സമൂഹത്തിലെ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും നാളത്തെ പൗരന്മാരല്ലേ. അപ്പോൾ അത്തരത്തിൽ ഓരോ കുട്ടികളിലൂടെയും നമുക്ക് സൊസൈറ്റി മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ മോൾഡ് എടുക്കാൻ പറ്റും, ബിഹേവിയറിൽ ചേഞ്ച് വരുത്താൻ സാധിക്കുന്നു മനസ്സിലാക്കി നമ്മൾ രണ്ടാമത്തെ സെൻസിൽ പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ. ടീച്ചർ ടീച്ചിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? ഒരാളുടെ ചിന്തയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിലും അത് ഷേപ്പ് ചെയ്യുന്നു. എങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്? ആവശ്യമായ സമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെ പലതരത്തിൽ പ്രാക്ടീസസും ആക്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് പുതിയ ബിഹേവിയർ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെന്ന് പറയുമ്പോൾ അധ്യാപകന് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു സെൻറ്റൻസ് ആണ്, ഇൻ സിമ്പിൾ വേർഡ്സ് teaching is an important part in the process of education. A special function is to impart knowledge, develop understanding and skill. അതായത് വളരെ ഇപ്പോൾ പറഞ്ഞത് മീനിങ് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാകും. കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ പോലെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് സെൻറ്റൻസ് കുറച്ചാണെങ്കിലും അതിലൂടെ നമുക്ക് പുതിയ പോയിന്റ്സ് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കാം മാക്സിമം ആയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചറും ഇൻസ്ട്രക്ടർ രണ്ടാണ്. എന്നാൽ ടീച്ചർക്ക് ഇൻസ്ട്രക്ടറായിട്ടും ട്രെയിനറായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ, ടീച്ചർ ആൻഡ് ഇൻസ്ട്രക്ടർ ബോത്ത് ആർ സെയിം. ഒരിക്കലും സെയിം അല്ല. ടീച്ചർ ഇൻസ്ട്രക്ടർ ആണ്, എല്ലാ ഇൻസ്ട്രക്ടേഴ്സും ടീച്ചർ ആവണമെന്നില്ല. ഓക്കെ, ഒരു കമ്പനിയിൽ സൂപ്പർവൈസറും സബോർഡിനേറ്റും ഉണ്ട്. മേലെ നിൽക്കുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസറും താഴെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ടീച്ചറാണ്. അദ്ദേഹം ഒരിക്കലും ഇൻസ്ട്രക്ടർ അല്ല വരുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. ടീച്ചർ ഒരു ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, ദെൻ നമ്മൾ പോയിന്റിലേക്ക് വരാം. ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് അല്ലേ, എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വളരെ റോള് വഹിക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് 3 പേരുണ്ട്, 3 എലമെൻ്റ് ഉണ്ട്. ഒന്ന് ടീച്ചറാണ്, രണ്ടാമത് അത് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലേണേഴ്സ് ഉണ്ട്, അതുപോലെ ഇവരെന്താ പഠിപ്പിക്കുക സബ്ജക്റ്റ്. അപ്പോൾ ഇത് 3മാണ് ശരിക്കും ടീച്ചിങ് ഒരു ട്രൈപോളാർ എന്ന് പറയാൻ കാരണം ഈ 3 എലമെൻറ്റ് ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് പ്രക്രിയയിൽ തീർച്ചയായിട്ടും ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ്ങിന് വളരെ പ്രധാനപ്പെട്ട റോള് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടീച്ചറുടെ നമുക്ക് അറിയുന്നത് തന്നെ അറിവ് പകർന്നു കൊടുക്കുക, അതുപോലെ അവർ ഓരോ കാര്യങ്ങളും സ്കില്ലാണെങ്കിലും അതുപോലെ മറ്റു രീതിയിലുള്ള എബിലിറ്റീസ് ആണെങ്കിലും കണ്ടുപിടിച്ചത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആശയം ഷെയർ ചെയ്യാന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന സമയത്ത് മനസ്സിലാക്കിപ്പിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ കൺവേ ചെയ്ത് പോവല്ല ചെയ്യുക, പകരം അവരെ മനസ്സിലാക്കിയ പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന ലെവലിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ഒരു ടീച്ചർ തീർച്ചയായും ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ടീച്ചിങ് ക്യാൻ ബി ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഇൻഫോർമൽ ടീച്ചിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്തിൻ the family or in community during the initial years of life. It is also called home schooling. ഇവിടെ ഹോം സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരുകുലമായി റിലേറ്റ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് പറയുന്ന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട പറഞ്ഞ എന്താണ്, ടീച്ചിങ്ങിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഫോർമൽ, 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറിവ് കിട്ടാം. ടീച്ചിങ്ങിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നോളജ് ഇമ്പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പകർന്നു കൊടുക്കല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഫോർമലായിട്ടും എന്ത് ചെയ്യാം, ടീച്ചിങ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിലൂടെ കടന്നു വന്ന ആൾക്കാർ തന്നെയാണ്. എന്തുകൊണ്ടാണ്, ജനിച്ച് നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും അതുപോലെ തന്നെ നടക്കാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, എല്ലാം പകർന്നു തരുന്നു. എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അച്ഛനാവാം, അമ്മയാവാം, സിബ്ലിങ്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഗ്രാൻഡ് പാരൻസ്, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, പല തരത്തിലുള്ള അറിവുകൾ പകർന്നു തരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് കുട്ടിക്കാലത്ത് ചെറിയ ഏജിൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന എല്ലാ അറിവുകളും അപ്പോൾ അത് നമുക്ക് ഫോർമൽ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ല, പകരം ഇൻഫോർമൽ ടീച്ചിങ് ആണ്. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഫോർമൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, ഫോർമൽ ടീച്ചിങ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പെയ്ഡ് പ്രൊഫഷണൽസ് കോൾഡ് എഡിറ്റേഴ്സ്, ടീച്ചേഴ്സ് ഓർ ഫാക്കൽറ്റി. ഇതൊക്കെ വിളിക്കാം. എഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഓൾട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഓർമ്മയില്ലേ. അതായത് ലേണേഴ്സിന് നമ്മൾ ഒരാളുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ
തോട്ട് പ്രോസസ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷനെല്ലാം കൊടുത്തുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ എഡിറ്റേഴ്സാണ് കറക്റ്റ് ചെയ്യുന്നു ടീച്ചേഴ്സ് ലേണേഴ്സിന്. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഫാക്കൽറ്റി ഇവരെന്താണ് പെയ്ഡ് പ്രൊഫഷണൽസ് ആണ്. ടീച്ചേഴ്സിന് മന്ത്ലി സാലറി കൊടുക്കും. സാലറിക്ക് വേണ്ടി അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ട് അറിവ് പറഞ്ഞു കൊടുക്കുക തന്നെയാണ് എങ്കിൽ പോലും അവരെന്താണ് പെയ്ഡ് ടീച്ചേഴ്സാണ്. സാലറിക്ക് വേണ്ടി റെമ്യൂണറേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലേ. അങ്ങനെയുള്ള പെയ്ഡ് പ്രൊഫഷണൽസ് പകർന്നു തരുന്ന അറിവുകൾ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഫോർമൽ ടീച്ചിങ്. നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നില്ല, കോളേജസ്, അതൊക്കെ എന്താണ് ഫോർമൽ ടീച്ചിങ് വരുന്നല്ലേ. വീട്ടിൽ പഠിപ്പിക്കുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിക്കുന്ന നമ്മളടുത്ത് എന്താ ആദ്യം സംസാരിക്കാൻ പഠിപ്പിക്കുന്നു, പല അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ് അത് നമുക്ക് ഫോർമലി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ ഇൻഫോർമൽ ടീച്ചിങ്ങിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ ഗുരുകുല സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹോം ടീച്ചിങ് അല്ല, പകരം എന്താണ് അവിടെ നമ്മൾ ദക്ഷിണ കൊടുക്കാറില്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫോർമൽ സ്കൂളിംഗ് വരുന്നതാണ്. ഓക്കെ, ഇനിയാണ് ഡെഫിനിഷനിലേക്ക് കടക്കാം. നമുക്ക് ഈ ഡെഫിനിഷനിൽ ആര് പറഞ്ഞു എന്നതിനെല്ലാം ഇമ്പോർട്ടൻസസ് എന്നെ ശ്രദ്ധിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ തരികയാണ് ഇതേപോലെ ഈ ടീച്ചിങ് വിട്ടിട്ട് ബാക്കി ഇങ്ങനെ ഡാഷ് ഈസ് ദ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഒന്നായിരിക്കും ടീച്ചിങ്, ട്രെയിനിങ് ഉണ്ടാവുമായിരിക്കാം, ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമായിരിക്കാം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഓർമ്മയുണ്ടെങ്കിൽ അത് ടീച്ചിങ് ആണെന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റില്ലേ. അതിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആരുടെ ഡെഫിനിഷൻ ആര് പറഞ്ഞത് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക എന്തെങ്കിലും ലിങ്ക് വെച്ചുകൊണ്ട്, അല്ലാതെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കേട്ടോ. നോക്കാം. സോ ടീച്ചിങ് ഈസ് എ form of interpersonal influence aimed at changing the behavioral potentials of another person. ആര് പറഞ്ഞതാണ്? അമേരിക്കൻ എഡ്യൂക്കേഷണൽ റിസർച്ച് അസോസിയേഷൻ കമ്മീഷൻ പറഞ്ഞു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ്. എന്താ ഇന്റർ അല്ലെങ്കിൽ ഇൻട്ര എന്ന് പറഞ്ഞാലും? ഇൻട്ര എന്ന് പറയും, ഇപ്പം നോക്കി എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, എനിക്ക് ഉറപ്പാണ്, എനിക്ക് എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതെന്താണ് ഇന്റർ ആണ്, അത് ഇൻട്ര എന്ന് പറയും. കാരണം അത് ഞാൻ എന്നോട് തന്നെ പറയാൻ ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ഞാൻ മറ്റൊരാളെ വിഷ് ചെയ്യണത് തീർച്ചയായിട്ടും നമ്മൾ തമ്മിലൊരു ഗ്രൂപ്പ് ടീം വർക്ക് ആണെങ്കിലും ആ ടീം പരസ്പരം വിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നിനക്ക് എന്തായാലും പറ്റുന്നൊക്കെ പറയുമ്പോൾ അത് ഇൻട്ര ആയിട്ട് മാറും, ഇൻറ്റർ ആയിട്ട് മാറും. അപ്പം അത്തരത്തിൽ ഇൻറ്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ആളുകൾ തമ്മിലാണ്, എക്സ്റ്റേണൽ പാർട്ടീസ് തമ്മിലുള്ള ഉദ്ദേശിക്കുന്നത്. അത് ടീച്ചർ എന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികൾ, രണ്ട് പേരല്ല, 2 കാറ്റഗറീസ് അല്ലേ. അതുകൊണ്ടാണ് ഇൻറ്റർ പേഴ്സണൽ അല്ലാതെ ഇൻട്ര അല്ല. ഓക്കെ, സോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ ഇൻറ്റർ അല്ലെങ്കിൽ ഇൻട്ര എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്ത് മനസ്സിലാക്കണം. എന്ത് ഇൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസിനാണ്. ഇൻട്ര എന്ന് പറയുമ്പോൾ സെൽഫായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മളോട് തന്നെ സംസാരിക്കുന്നു, ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ ഇത് ഇൻറ്റർ ആണ്. ഓക്കെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ബേസിക് എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ്. പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയറിൽ ചേഞ്ച് വരുത്താം, മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തിൽ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താം, അവർക്ക് എന്തെങ്കിലും അവരുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടുപിടിച്ച്, എന്തെങ്കിലും കഴിവുകൾ കണ്ടുപിടിച്ച് അതിൽ മാറ്റം വരുത്തുക പറയുമ്പോൾ അത് ഗ്രോത്ത്, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാം, വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് നടത്തുന്നതിന് നമ്മൾ എന്ത് പറയും, ടീച്ച് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ടീച്ചറാണ് ലേണേഴ്സ്. അനദർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ലേണറാണ്. ഇവിടെ ഒരു പേഴ്സൺ ടീച്ചർ ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്താനല്ല ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പ്രേരണ കൊടുക്കുക. അതാണ് എന്ത്? ആ ഫോം ഓഫ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസിന് പറയുന്ന പേരാണ് എന്ത്? ടീച്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എഡ്യൂക്കേഷൻ റിസർച്ച് അസോസിയേഷൻ കമ്മീഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഡെഫിനിഷനിലൂടെ. പിന്നീട് പറഞ്ഞു ബർട്ടൺ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇനിയും നമ്മൾ തന്നെ ഈ നോട്ടിലും ക്വസ്റ്റ്യനിലൊക്കെ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വേർഡ്സിന്. ഓക്കെ, സോ ടീച്ചിങ് ഈസ് സ്റ്റിമുലേഷൻ, ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ. സ്റ്റിമുലേഷൻ, ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് ബർട്ടൺ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ സ്റ്റിമുലേറ്റ്, പ്രേരിപ്പിക്കുക, പ്രചോദനം കൊടുക്കുക, അതുപോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, ശരിയായ ഡയറക്ഷനിൽ, ശരിയായ പാത്തിലൂടെ കൊണ്ടുപോവുക, അതുപോലെ ആവശ്യമെങ്കിൽ എൻകറേജ്മെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ലേൺ ചെയ്യാൻ വേണ്ടി, ലേണിങ്ങിന് വേണ്ടി. സോ പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ എൻകറേജ്മെൻറ്റും നിർദ്ദേശങ്ങളും ശരിയായ പാതയെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പഠിച്ചാൽ മതി, റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം അത്തരത്തിൽ ഗൈഡൻസ്, ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുന്നതൊക്കെ എന്താണ്? തീർച്ചയായും ടീച്ചറുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ബട്ട് ടീച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷനും ഗൈഡൻസും ഡയറക്ഷനും എൻകറേജ്മെൻറ്റുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ അല്ലെങ്കിൽ ലേണിങ്ങിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അല്ലേ. മറ്റൊരു ഡെഫിനിഷനാണ് ടീച്ചിങ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ആൻഡ്
പെർഫോംഡ് ടു പ്രൊഡ്യൂസ് ദ ചേഞ്ചസ് ഇൻ സ്റ്റുഡൻറ് ബിഹേവിയർ എന്ന് ആര് പറഞ്ഞു? ക്ലാർക്ക് പറഞ്ഞു അല്ലേ. അതിൻ്റെ പേര് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എങ്കിലും നിങ്ങൾ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ വിദ്യാർത്ഥികളുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ഡിസൈൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്താ ടീച്ചിങ്ങിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കൂ. ഇനിയാണ് മറ്റൊരു ഡെഫിനിഷനാണ് H.C. മോറിസൺ പറയുന്നു, ടീച്ചിങ് ഈസ് ആൻ intimate contact between the more mature personality and less mature one. പറഞ്ഞ ഓർമ്മയില്ലേ? എക്സ്പീരിയൻസ്ഡ് ആൻഡ് നോൺ എക്സ്പീരിയൻസ്ഡ്, അല്ലെങ്കിൽ എന്ത് പറയും നമുക്ക്? മെച്യൂരിറ്റി ഉള്ള ആൾ മെച്യൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിക്ക് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നുണ്ട്. അതാണ് ടീച്ചിങ്. അപ്പോൾ ആ ഒരു വേർഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. മെച്യൂർഡ്, ഇമ്മെച്യൂർഡ്, എക്സ്പീരിയൻസ്ഡ്, നോൺ എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ് മെച്യൂരിറ്റി ഉള്ള ഒരാൾ, വളരെ കുറച്ച് മെച്യൂരിറ്റി മാത്രമുള്ള അവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ടീച്ചറും ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് പറയുമ്പോൾ ഒരു ടീച്ചർ ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പണ്ടത്തെ പോലെ ടീച്ചർ ഓറിയൻറ്റഡ് ഒന്നും അല്ല, പകരം എന്താണ് ഇപ്പോൾ ലേണർ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ലേണർ ഓറിയൻറ്റഡ് ടീച്ചിങ് ആണ്. കാരണം അവിടെ ടീച്ചേഴ്സിനല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് തീർച്ചയായിട്ടും കുട്ടികളെ പേടിപ്പിക്കുന്ന ശകാരിക്കുന്ന ടീച്ചർമാരല്ല, പകരം അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരിലൂടെ അവരെ കൊണ്ട് തന്നെ നമുക്ക് ആശയങ്ങൾ പറയിച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിച്ചും നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി പോകുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു റോള് ഈ ഒരു ഡെഫിനിഷൻ ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. സോ അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത വ്യക്തി മെച്യൂരിറ്റി ഉള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് അടുത്തൊരു ബന്ധം, കോണ്ടാക്റ്റ് ആണ് എന്ത് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടീച്ചറും ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷൻ, ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? സെൻറ്റൻസ് മറക്കാതെ പഠിച്ചു വയ്ക്കുക പ്രത്യേകിച്ച്. ഓക്കെ, നമുക്ക് സംശയം വരും, കാരണം അങ്ങനെയായിരിക്കും 4 ഓപ്ഷന് വരിക. എക്സാമിൻ്റെ കട്ടി അനുസരിച്ച് അല്ലെങ്കിൽ ടഫ് അനുസരിച്ചിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് സെൻറ്റൻസിന് കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നേച്ചർ ഓഫ് ടീച്ചിങ്. നേച്ചർ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ടീച്ചിങ്ങിൽ എന്തൊക്കെയായിട്ട് ഇവിടെയാണ് നമ്മൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മാത്രം പോരാ, അതിൽ വരുന്ന സെൻറ്റൻസും കൂടി ഫുൾ പഠിക്കണമെന്ന് പറയാൻ കാരണം എന്താണ് നിങ്ങൾക്ക് കഴിയും മനസ്സിലാക്കുക. കാരണം പുതിയ കാര്യം ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടും ഇത്രയുമൊക്കെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുക ഇത്രയും നമ്മളിത് പഠിപ്പിച്ച് കഴിയുമ്പോഴാണ്. ഓക്കെ, അല്ല പറഞ്ഞു കഴിയുമ്പോഴാണ്. അപ്പോൾ ഓരോ പോയിന്റ്സ് നമുക്ക് അതിൽ വരുന്ന കണ്ടന്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ വിചാരിക്കരുത്, അതും ഒരു പോയിന്റാണ്, അതിലും ഒരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഒന്നാമത്തെ നേച്ചർ ഓഫ് ടീച്ചിങ് ആണ് ടീച്ചിങ് ഈസ് എ ട്രൈപോളാർ. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ട്രൈപോളാർ 3 ട്രൈ പറഞ്ഞ 3 അല്ലേ, 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ടീച്ചിങ്. അത് ആരൊക്കെ നോക്കണ്ടേ? ടീച്ചിങ് ഈസ് ട്രൈപോളാർ പ്രോസസ്. ദ 3 ഇന്റർകണക്റ്റഡ് പോൾസ് ആർ ടീച്ചർ, പ്യൂപ്പിൾ ആൻഡ് സബ്ജക്റ്റ് മാറ്റർ. പറഞ്ഞു അല്ലേ, പഠിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? അതാരാണ്? ടീച്ചറാണ്. പഠിക്കാൻ എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നത്? പഠിക്കാൻ വേണ്ടി ആളുകളുണ്ട്, സ്റ്റുഡൻസ്, ലേണേഴ്സ് ഉണ്ട്, അതായത് സ്റ്റുഡൻസ് ഉണ്ട്, പീപ്പിൾ, വിദ്യാർത്ഥികളുണ്ട്. എന്താ പഠിപ്പിക്കുന്ന ടീച്ചർ? അതാണ് സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 3 ടീച്ചിങ്ങിൽ വരുന്ന ട്രൈപോളാർ. അതുകൊണ്ടാണ് ഇത് 3 ഉൾപ്പെടുന്നതുകൊണ്ടാണ് ടീച്ചിങ് ഒരു ട്രൈപോളാർ പ്രോസസ് എന്ന് പറയാൻ കാരണം. പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറുണ്ട്, അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന, കേട്ട് ലേൺ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, പ്യൂപ്പിളുണ്ട്, അതുപോലെ തന്നെ അവർ ഡീൽ ചെയ്യുന്ന കണ്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ടീച്ചിങ് ഒരു ട്രൈപോളാർ പ്രോസസ്സാണ്. രണ്ടാമത്തെ നേച്ചറാണ് ടീച്ചിങ് ഈസ് ആൻ ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ്. നോക്കാം, teaching is an interactive process. Interaction means participation of the teacher and the student for mutual benefit to achieve objective. അതായത് തീർച്ചയായിട്ടും വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. എന്താ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാലും സെൻഡറും റിസീവറും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ഐഡിയ അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നു അല്ലേ, 2 പേർക്ക് ഇത് മനസ്സിലാവും വേണം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ലഭിക്കുകയും ഫീഡ്ബാക്ക്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പറയാൻ കാരണം. സെൻഡറായ ഞാൻ എന്ത് ചെയ്യുന്നു, റിസീവർക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്, അവർ തിരിച്ചത് കിട്ടി, ബോധിച്ചു, മനസ്സിലായി എന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് അയക്കുന്നില്ലേ. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്
കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രമല്ല ക്ലാസ് എടുത്ത് പോകുന്നു, അങ്ങനെയല്ല. പകരം ടീച്ചേഴ്സും അതുപോലെ വിദ്യാർത്ഥികളും ഒരുപോലെ ഉൾപ്പെടുന്ന, ഇൻവോൾവ് ചെയ്യുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്ററാക്ഷൻ പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാണ്? മ്യൂച്വൽ ബെനിഫിറ്റ്. ടീച്ചർക്ക് എന്താണ്, കുട്ടികളെ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആ എയിം അച്ചീവ് ചെയ്യുക. കുട്ടികളാണെങ്കിലോ വിദ്യാർത്ഥികൾക്ക് അവരെന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ വന്നത് ആ കാര്യം പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ബെനിഫിറ്റ്, രണ്ടുപേർക്ക് ബെനിഫിറ്റ് ആണ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ഈ പറയുന്ന അറിവ് പകർന്ന് കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നതോടെ നമുക്ക് റെമ്യൂണറേഷനും കിട്ടും, അതുപോലെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. കുട്ടികളാണെങ്കിൽ അറിവ് നേടാൻ, വിദ്യ നേടാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ അത് നേടിക്കൊണ്ട് പോകുകയാണെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവും സഫലമായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന, രണ്ടുപേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻറ്ററാക്ഷൻ പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. മറ്റൊരു നേച്ചറാണ് ടീച്ചിങ് ടേക്ക് പ്ലേസ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽ. ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഈ വേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, ഒന്നിൽ രണ്ടിൽ കൂടുതൽ മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ മൾട്ടിപ്പിൾ, രണ്ടോ അതിലധികമോ എന്ന് പറയാം അല്ലേ. അപ്പം അത്തരത്തിൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടിൽ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വേർഡ് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, ഇനി മൾട്ടിപ്പിൾ എന്നുള്ള വേർഡ് ഉണ്ടാവില്ല, പകരം ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ടോപ്പിക് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഈ മൾട്ടിപ്പിളിൻ്റെ വാല്യൂ എത്രയുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ദർ ആർ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് teaching such as memory level, understanding level and reflectory level. ഓക്കെ, അതായത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഏതൊക്കെയാണ് 3 ലെവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് ഓർഡർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓർഡറിൽ തന്നെ പഠിക്കണം. മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് മെമ്മറി ലെവലാണ്, രണ്ടാമത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്, മൂന്നാമത് റിഫ്ലക്റ്റീവ് ലെവലാണ്. മെമ്മറി എം അല്ലേ ഫസ്റ്റ് വരുന്നത്, എം ഉണ്ട് മൾട്ടിപ്പിളിൽ, യു അതായത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ യു ഉണ്ട്, അത് മനസ്സിലായി. അപ്പോൾ MU തീർച്ചയായിട്ടും 3ൽ 2 അടുപ്പിച്ചെന്ന്, മൂന്നാമത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം റിഫ്ലക്റ്റീവ് ആണെന്ന് അറിയാം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു പക്ഷേ എക്സാം ഹോളിൽ പോയിട്ടായിരിക്കും മറന്നു പോകുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും, അത് മറന്നു പോയതും ഈ 3 ലെവൽസ് ചേർന്നാണ് ടീച്ചിങ്ങിന് 3 ലെവൽ എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ലെവൽ എന്ന് പറഞ്ഞാലും. ഈ ടോപ്പിക് വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിൽ ചെറിയൊരു ഹിൻഡ് പോലെ തരാം. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ട്ലെസ് പ്രോസസ്സാണ്, അധികം ചിന്തിക്കേണ്ടി വരില്ല, ടീച്ചർ പറയുന്നത് കേട്ട് മിണ്ടാതിരുന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അത് മാത്രം മെമ്മറി കുറിച്ച് ഡൗട്ടില്ല, കൂടുതൽ അറിയാൻ ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സിമ്പിൾ ബേസിക് ലെവൽ ടീച്ചിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അവിടെ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മൂന്നാമത് റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ അപ്പർ തോട്ട്ഫുൾ പ്രോസസ്സാണ് മൂന്നാമത് വരിക. ആ തോട്ട്ലെസ്, തോട്ട്ഫുൾ, അപ്പർ തോട്ട്ഫുൾ എന്ന് പറഞ്ഞ 3 രീതിയിൽ മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ സമയമെടുത്ത് ആഴത്തിൽ ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്കിനെയും അറിയാൻ ശ്രമിക്കുന്നു. മൂന്നാമത് റിഫ്ലക്റ്റീവ് ലെവലിൽ ഇപ്പോൾ ക്ലിയർ അല്ലേ. ഇനി അത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 10 കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും. ഓർഡർ ആദ്യം പഠിച്ചു വെക്കുക. ഓർഡർ ശരിയാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ, തോട്ട്ലെസ് ആണ്, തോട്ട്ഫുൾ ആണ്, അപ്പർ തോട്ട്ഫുൾ ആണെന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.